ഇതൊക്കെ എടുത്തു വെക്കാനുള്ളതല്ലേ? ഇത് ഈ ജീൻസ് കൂടി എടുത്തു വെക്കാം. ഓ, ഇത് ഞാനെപ്പോഴോ കോളേജിൽ പഠിക്കുമ്പോൾ മേടിച്ചത് അലമാരയിലിരുന്നതാ. ഞാനെവിടെയാണ് ജീൻസ് ഇടുന്നത്? രാകേഷേട്ടനൊന്നും ഇഷ്ടമല്ല. മാങ്ങയോ? എനിക്കിപ്പോൾ അങ്ങനെ മാങ്ങയൊന്നും ഇഷ്ടമില്ല അമ്മ. അത് പണ്ടല്ലേ. പണ്ടത്തെ അങ്ങനെ എന്തെല്ലാം ഇഷ്ടങ്ങൾ എനിക്ക് മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ഇപ്പോൾ എല്ലാവർക്കും പേരയ്ക്ക, ആപ്പിള് അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ ഇഷ്ടമുള്ളൂ. അവരതൊക്കെ വാങ്ങിക്കുള്ളൂ. ഞാനും ഇപ്പോൾ അതൊക്കെ കഴിച്ച് ശീലിച്ചു. ഇല്ല, ഞാൻ നാളെ തിരിച്ചു പോകും. ഇത് തന്നെ അവിടെ അമ്മയുടെ കയ്യും കാലും പിടിച്ചിട്ടാണ് ഞാൻ വന്നത്. നാട്ടിലുണ്ടായിരുന്നുകൊണ്ട് വരാൻ പറ്റിയതല്ലേ. ദുബായിലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് അവർ ചോദിക്കുന്നത്. എനിക്കെന്തിനാ അമ്മയുടെ ദേഷ്യം? ദേഷ്യമൊന്നുമല്ല. പിന്നെ ഒരു വിഷമമുണ്ട്. അതെന്നും ഉണ്ടാവും. ഒരു വട്ടം പോലും അമ്മ എൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചില്ല. ഒരാളെ സ്നേഹിച്ചു പോയി എന്നും പറഞ്ഞ് എനിക്ക് പ്ലേസ്മെൻറ്റിന് കിട്ടിയ ജോലിക്ക് പോലും എന്നെ വിട്ടില്ല. അതിനു മുമ്പേ നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിപ്പിക്കാനായിരുന്നു ധൃതി. അതും കണ്ടിട്ടും കേട്ടിട്ടും പോലും ഇല്ലാത്തൊരു മനുഷ്യനെ കൊണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാ, രാകേഷനും വലിക്കില്ല, കുടിക്കില്ല, എല്ലാം ശരിയാ. പക്ഷെ അമ്മ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം മോൻ ചലിക്കില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്തിനും ഏതിനും അമ്മ വേണം. അമ്മ വെച്ച് കൊടുക്കുന്ന കറികൾക്ക് മാത്രമേ രുചിയുള്ളൂ. ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. മക്കൾക്ക് പേരിട്ടപ്പോൾ പോലും എന്നോടൊരു വാക്ക് ചോദിച്ചില്ല. അമ്മയുടെ അഭിപ്രായത്തിനാണ് പേരിട്ടത്. അങ്ങനെ ഓരോന്നും. കാറ് വാങ്ങിച്ചു. ആ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഞാൻ ഇന്നുവരെ ഇരുന്നിട്ടില്ല. അറിയോ അമ്മയ്ക്ക്? അതിൻ്റെ ആകർഷണം അമ്മയ്ക്കുള്ളതാ. ഒരു വീട്ടിലൊരു വിലയില്ലാതെ, ഒരു സ്ഥാനവും ഇല്ലാതെ ജീവിക്കുമ്പോഴത്തെ ഒരവസ്ഥയുണ്ടല്ലോ, അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം എന്താ അറിയോ? അമ്മയോട് അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. അച്ഛനാണെങ്കിലും അമ്മയെ നന്നായി തന്നെയാണ് നോക്കുന്നത്. അമ്മ പറഞ്ഞില്ലേ പഴുത്ത മാങ്ങ ഇഷ്ടമാണെന്ന്. ശരിയാ, എനിക്ക് പഴുത്ത മാങ്ങ ഇഷ്ടമാണ്. പക്ഷേ ഈ കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലത്തിനോടിടയ്ക്ക് ഒരു വട്ടം പോലും അവിടെ മാങ്ങ വാങ്ങിയിട്ടില്ല. അവിടെ പഴുപ്പിച്ചായാലും മാങ്ങ കൊണ്ട് തന്നാൽ പോലും അത് ഉടനെ എടുത്ത് കൂട്ടാൻ വെക്കും. അവിടെ എല്ലാവർക്കും പേരയ്ക്ക ഇഷ്ടം. ഞാനൊരിക്കൽ അത് പറഞ്ഞപ്പോൾ പറയുക, ഇവിടുത്തെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് വേണ്ട ഇപ്പോൾ ജീവിക്കാൻ. ആയിക്കോട്ടെ, അങ്ങനെ ജീവിച്ചോളാം.